എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. കുറേ പേര് ചോദിച്ചായിരുന്നു. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു പെട്ടിയുടെ അകത്തെ നീളവും വീതിയും ഉയരവും 4 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ ഇവിടെ ഒരു പെട്ടിയുണ്ട്, അതിൻ്റെ വീതിയും അതുപോലെ തന്നെ അതിൻ്റെ നീളവും അതിൻ്റെ ഉയരവും എത്രയാണ്? 4 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ എഴുതി പോവാം. വ്യാപ്തം എന്തിൻ്റെ? വലിയ പെട്ടിയുടെ. എങ്ങനെയാണ് കാണാൻ? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. എങ്ങനെ വരും? 4 ഇൻറ്റു 4 ഇൻറ്റു 4. 4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 16. 16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 64. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി പെട്ടിയുടെ ഉള്ളളവ് എത്രയാണ്? നമുക്ക് കിട്ടിയല്ലോ പെട്ടിയുടെ ഉള്ളളവ്. ഓക്കെ, പെട്ടിയുടെ ഉള്ളളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയുടെ വ്യാപ്തമാണ്. അത് നമുക്ക് കിട്ടി. എത്രയാണ്? 64 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി ഈ പെട്ടിയിൽ 2 സെൻറ്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുര കട്ടകൾ വയ്ക്കാം? 2 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള എത്ര കട്ട വയ്ക്കാം എന്നാണ് ചോദിച്ചേക്കണേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കട്ടകളുടെ വ്യാപ്തം കാണണം. കട്ടകളുടെ വ്യാപ്തം, അതിൻ്റെ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വരും? 8 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര കട്ടകൾ വയ്ക്കാം? ഇതിൻ്റെ അകത്തോട്ട് ഈ കുഞ്ഞു കട്ടകൾ എത്ര എണ്ണം വയ്ക്കാം എന്നാണ് ചോദിച്ചേക്കണം. എങ്ങനെ കാണുക? ആദ്യത്തെ വോളിയം വ്യാപ്തം ഡിവൈഡ് ബൈ രണ്ടാമത്തെ വ്യാപ്തം. അപ്പോൾ എങ്ങനെ എഴുതാം? കട്ടകളുടെ എണ്ണം എന്താണ്? പെട്ടിയുടെ ഉള്ളളവ് ഡിവൈഡഡ് ബൈ കട്ടയുടെ വ്യാപ്തം. എന്ത്? ഒരു കട്ടയുടെ വ്യാപ്തം. പെട്ടിയുടെ ഉള്ളളവ് എത്രയാണ്? 64. ഒരു കട്ടയുടെ വ്യാപ്തം എത്രയാണ്? 8. 64/8 എന്ന് പറയുമ്പോൾ 8 കൊണ്ട് വെട്ടിക്കളയാം. 8 8 ഒരു പ്രാവശ്യം, 8 64 8 പ്രാവശ്യം. അപ്പോൾ എന്ത് വരും? 8 എണ്ണം എന്ന് വരും. നമുക്ക് എത്ര ചെറിയ കട്ടകൾ വയ്ക്കാം? 8 കട്ടകൾ വയ്ക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് സംഭവം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്. ചതുരാകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിൻ്റെ അകത്തെ അളവുകൾ 70 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്റർ വീതമാണ്. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? എങ്ങനെ കാണാം? ഉള്ളളവ് കാണാം അല്ലേ? നമുക്ക് ആദ്യം ഉള്ളളവ് കാണാം. അപ്പോൾ ഉള്ളളവ് ഇസ് ഈക്വൽ ടു വീതി ഇൻറ്റു നീളം ഇൻറ്റു ഉയരം. വീതി എത്രയാണ്? 70 സെൻറ്റിമീറ്ററാണ്. നീളം എത്രയാണ്? 80 സെൻറ്റിമീറ്ററാണ്. ഉയരം എത്രയാണ്? 90 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ളളവ് ഗുണിക്കെല്ലാം കൂടി 70 ഇൻറ്റു 80 ഇൻറ്റു 90. നമുക്ക് 504,000 എന്ന് കിട്ടും. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. പക്ഷെ ചോദ്യത്തിൽ എത്രയാണ്? എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചേക്കണം. അപ്പം നമ്മൾ അവിടെ ഒരു കാര്യം പഠിക്കാനുണ്ട്. അത് ഇതാണ്. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ. അത് കാണാതെ പഠിച്ചു വെച്ചേക്കുക. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഒരു ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കിട്ടും? പറയൂ. ഈ കിട്ടിയ ഉത്തരത്തിന് 5,043,0 എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. എളുപ്പമാണ്. 0 0 വെട്ടിപ്പോയി, 0 0 വെട്ടിപ്പോയി, 0 0 വെട്ടിപ്പോയി. എത്ര കിട്ടി? 504 ലിറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഉത്തരം എത്രയാണ്? 504 ലിറ്റർ ആണ് ഇതിൽ കൊള്ളുന്ന വെള്ളം. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ.
ഓക്കെ, ഇത് നമ്മുടെ അടുത്ത ചോദ്യമാണ്. ഒരു ചതുരപാത്രത്തിന് 90 സെൻറ്റിമീറ്റർ നീളവും 40 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട്. അതിൽ 180 ലിറ്റർ വെള്ളമുണ്ട്. പാത്രത്തിൻ്റെ ഉയരമുണ്ട്. എളുപ്പമായിട്ട് ചെയ്യാം, നോക്കിക്കോ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഉള്ളളവ് നമുക്കറിയാം, എന്താണ്? വീതി ഇൻറ്റു നീളം ഇൻറ്റു ഉയരം ആണല്ലോ. പാത്രത്തിൻ്റെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഉയരത്തിന് എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? ഉയരം ഈസ് ഈക്വൽ ടു ഉള്ളളവ് ഹരിക്കണം വീതി ഇൻറ്റു നീളം. അത്രയേ ഉള്ളൂ സംഭവം. ഇനി തന്നേക്കുന്ന ഓരോന്നായിട്ട് എഴുതിക്ക്. ഉള്ളളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 180 ലിറ്റർ. 180 ലിറ്ററാണ്. അത് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? 180 ഇൻറ്റു 1000 ചെയ്യണം. ആ ഒരു സ്റ്റെപ്പ് മറന്നു പോകുന്ന എല്ലാവരും ഓർത്ത് വെക്കുക. ലിറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 1000. അപ്പോൾ 180 പിന്നെ ഈ 3 0 കൂടി, അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഉള്ളളവായേ. ഇനി എന്തൊക്കെ അറിയാം നമുക്ക്? വീതി എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. ദെൻ നീളം എത്ര? 90 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി. ഇനി എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉയരം കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഉയരം ഇസ് ഈക്വൽ ടു ഉള്ളളവിൻ്റെ വാല്യൂ 1800. എത്ര 0 ഉണ്ട്? 4 0 ഹരിക്കണം 40 ഇൻറ്റു 90. ശ്രദ്ധിച്ച് ചെയ്തോ. ഈ 0 പോവും, ഈ 0 പോവും. 9 9 ഒരു പ്രാവശ്യം, 9 18 2 പ്രാവശ്യം. ദെൻ 200 4 2 കൊണ്ട് വെട്ടാം. 4 2 പ്രാവശ്യം. ഇതിൽ 2 100 പ്രാവശ്യം. 100ഉം 2 2 ഒരു പ്രാവശ്യം. 2 100 50 പ്രാവശ്യം. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഉയരം എന്ന് കിട്ടും. ഈ വെട്ടിക്കളഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിച്ച് കാണുക കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ക്ലിക്കാവും. അപ്പോൾ എത്രയാണ് ഉയരം കിട്ടിയത്? 50 സെൻറ്റിമീറ്റർ ആണ് ഉയരം. ഇത് അങ്ങോട്ടും കൊണ്ടുപോയി മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ ഇൻറ്റു ആയിരുന്ന സാധനം അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അത്രയേ ഉള്ളൂ. അത് ഗുണിക്കുന്ന സംഭവം ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? സമചതുരത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഹരിക്കലാവും. അത്രയേ ഉള്ളൂ. ഈ ഒരു ചോദ്യം നോക്കിക്കേ. അകത്തെ നീളം 80 സെൻറ്റിമീറ്ററും വീതി 60 സെൻറ്റിമീറ്ററും ഉയരം 50 സെൻറ്റിമീറ്ററുമായ പാത്രത്തിൽ 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഇത് നിറയാൻ എത്ര വെള്ളം കൂടി വേണം? എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ? നീളം എന്ന് പറയണത് 80, വീതി എന്ന് പറയണത് 60, ഉയരം എന്ന് പറയണത് 50. അത് നിറയാൻ എത്ര വെള്ളം? 15 ഉണ്ട്. നിറയാൻ എത്ര വെള്ളം? അത് നമുക്ക് ആദ്യം ഈ പാത്രത്തിൻ്റെ ഉള്ളളവ് കാണാം, എന്നിട്ട് നമുക്ക് അധികം ആലോചിക്കാം. അപ്പോൾ ആദ്യം ഉള്ളളവിൻ്റെ ഇക്വേഷൻ. ഉള്ളളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീതി ഇൻറ്റു നീളം ഇൻറ്റു ഉയരം. വീതി എത്രയാണ്? 80 സെൻറ്റിമീറ്റർ. 60 സെൻറ്റിമീറ്റർ. ചെറിയൊരു മാറ്റമുണ്ട് അല്ലേ? വീതി അല്ല 80, നീളമാണ് 80. അപ്പോൾ നീളം ഈസ് ഈക്വൽ ടു 80, വീതി 60, ഉയരം 50. അപ്പോൾ ഉള്ളളവ് കിട്ടും. എല്ലാം കൂടി എന്ത് ചെയ്യാം? ഗുണിക്കുക. 80 ഇൻറ്റു 60 ഇൻറ്റു 50. അത്രയും മനസ്സിലായോ? നമുക്ക് ഗുണിക്കുമ്പോൾ 2 4 0 0 0 എന്ന് കിട്ടും. അപ്പോൾ അത് എന്തിലാണ്? സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. നമുക്കതിനെ എന്തിലേക്ക് ആക്കണം? ലിറ്ററിലേക്ക് ആക്കണം. എന്ത് ചെയ്യും? 2 4 0 0 4 0 ഹരിക്കണം 1000 ചെയ്യാം. സെൻറ്റിമീറ്റർ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. ഈ 3 0 വെട്ടിപ്പോയി 240 ലിറ്ററിന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? പാത്രത്തിൻ്റെ ഉള്ളളവ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വെള്ളത്തിൻ്റെ അളവാണ്. വെള്ളത്തിൻ്റെ ഇപ്പോഴുള്ള വ്യാപ്തം, ഇപ്പോഴുള്ള അളവ് എന്താണ്? അതിൻ്റെ വ്യാപ്തം തന്നെയാണ്. അതിൻ്റെ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. വീതി ഇൻറ്റു നീളം ഇൻറ്റു ഉയരം. ശ്രദ്ധിച്ചേ,
വീതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാത്രത്തിൻ്റെ വീതിയായിരിക്കും, കാരണം പാത്രത്തിലാണ് വെള്ളമുള്ളത്. ദെൻ നീളം എന്ന് പറഞ്ഞാൽ പാത്രത്തിൻ്റെ നീളമായിരിക്കും. എത്ര? 80. പക്ഷേ ഉയരം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? 15 സെൻറ്റിമീറ്റർ ആണ് ഉയരം. അത് മൂന്നും കൂടി നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ 72000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതിനെ ഇതേപോലെ ലിറ്ററിലേക്ക് ആക്കണം. 72000/1000 ചെയ്യാം. ഈ 3 0 വെട്ടിപ്പോയി. എന്ത് കിട്ടി? 72 ലിറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി? വെള്ളത്തിൻ്റെ അളവും കിട്ടി. ഇപ്പോൾ ഉള്ളത്. ഇനി നിറയാൻ എത്ര വേണം? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. ഓക്കെ, നിറയാനുള്ള വെള്ളത്തിൻ്റെ അളവ് എന്താണ്? പാത്രത്തിൻ്റെ ഉള്ളളവ് മൈനസ് ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ അളവ് അല്ലേ? ഇപ്പോൾ മൊത്തം അളവിൽ നിന്ന് ഇപ്പോഴുള്ള അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നിറയാൻ എത്ര വേണം എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 240 മൈനസ് എന്ത് ചെയ്യുക? 72 ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് 168 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി പാത്രം നിറയാൻ എത്ര ലിറ്റർ വെള്ളം കൂടി വേണം? 168 ലിറ്റർ വെള്ളം കൂടി ഉണ്ടെങ്കിൽ പാത്രം നിറയും. ഓക്കെ, ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഇനി ഇതിനൊരു ഭാഗം കൂടിയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള 5 പ്രോബ്ലങ്ങളാണ് ആ ഭാഗത്തിലുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.